ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഒരു അടിപൊളി സെറ്റപ്പാണ്. നമ്മളെ ഫോണിൽ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ, അതുപോലെ തന്നെ ഒന്നും ഡിലീറ്റ് ചെയ്യാതെ തന്നെ നമ്മുടെ മെമ്മറി കാർഡ് മീൻസ് ഫോൺ മെമ്മറി എങ്ങനെ ഫ്രീ ആക്കാം എന്നാണ്, ഫ്രീ സ്പേസ് ഉണ്ടാക്കാം എന്നാണ്. ചില ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കുറഞ്ഞ ഇൻറ്റേർണൽ മെമ്മറി ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ എന്താ പറയുക, ഇനി സ്പേസ് ഇല്ല എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ സ്പേസ് പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ. ഫോർ എക്സാമ്പിൾ ഞാനിതാ ഈ ക്രോമാണ് ഉപയോഗിക്കുന്നത്. ക്രോം എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൂഗിൾ ക്രോം എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇത് കണ്ടോ, ഞാൻ ഫസ്റ്റിന് പറഞ്ഞത് ആപ്പ് സൈസ് 41, യൂസർ ഡാറ്റ 463, ക്യാച്ച് ചെയ്ത് നിൽക്കണത് എത്രയാണോ 232, ടോട്ടൽ 736. അപ്പോൾ നമ്മളിത് ക്യാച്ച് ചെയ്തുകൊണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ 232 MB നമുക്ക് കിട്ടും, ഫ്രീ ആയിട്ട് കിട്ടും. കണ്ടോ, അവിടെ 0 ആയി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 232 MB നമുക്കിപ്പോൾ ഫ്രീ ആയി കിട്ടി. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ഓക്കെ, അപ്പോൾ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്കും ലോങ് പ്രസ് ചെയ്യുക. ഒരു ആപ്ലിക്കേഷനിൽ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ആക്കുമ്പോൾ ഇൻഫോ വരും, ആപ്പ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്യുക. ആപ്പ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ കാണിക്കും, പിന്നെ പെർമിഷൻ കാണിക്കും, പിന്നെ സ്റ്റോറേജ് ആൻഡ് ക്യാച്ച് കാണിക്കും. ഈ സ്റ്റോറേജ് ആൻഡ് ക്യാച്ചിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് ആപ്പ് സൈസ്, യൂസർ ഡാറ്റ, ക്യാച്ച് അങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഇത് ഫേസ്ബുക്ക് അധികം യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് 64 MB ഉള്ളത്. കൂടുതലായും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ് ഇഷ്ടംപോലെ MB അവിടെ ക്യാച്ചായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് ക്ലിയർ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത്രയും MB നമുക്ക് ഫ്രീ ആയി കിട്ടുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാ ആപ്ലിക്കേഷനും, ഇപ്പോൾ യൂട്യൂബ് നമുക്ക് നോക്കി നോക്കാം. യൂട്യൂബിൽ ഇതേപോലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറി നോക്കി 218 MB ആണ് നമുക്ക് അവിടെ കിടക്കുന്നത്. അപ്പോൾ 218 MB നമുക്ക് ഫ്രീ ആയി കിട്ടും. കണ്ടോ, മനസ്സിലായല്ലോ എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ മെമ്മറി കാർഡ് ഫ്രീ ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇത് അറിയുന്നവർ ഒരുപാട് പേരുണ്ടാവും, അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി ടിപ്സ് കാണാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.